ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസാല ഓംപ്ലേറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട, ഒരു മീഡിയം സൈസ് സവാള, ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക്, 5 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് നല്ല പൊടിയായി നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ വളരെ നൈസായിട്ട് നമ്മൾക്കത് കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഞാൻ അതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലാക്കി ഒരല്പം വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. വെള്ളം ഒഴിച്ച് അല്പസമയം വയ്ക്കുക, എന്നിട്ടത് കഴുകി വെള്ളം നല്ലപോലെ വാർത്തെടുക്കണം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വാർത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ 5 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് പൊടിയായി അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് ഒന്നുകൂടി നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ആ ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മളൊരു 2-3 മിനിറ്റ്, ഒരു 3 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെക്കണം. ആ ആവിയിലും ആ എണ്ണയുടെ ഉപ്പിലും വെള്ളത്തിലൊക്കെ ഒന്നത് ശരിക്കൊന്ന് വെന്ത് വരട്ടെ. ഒരു 3 മിനിറ്റ് മതി. 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടാവും കിഴങ്ങ്. പിന്നെ സവോളയും തക്കാളിയും ഒന്നും നമുക്ക് അധികം അത്രയ്ക്ക് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കണം. അതിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണിലധികം മുളക് പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ നടക്കും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തരത്തിൽ നമ്മൾക്ക് ഓംപ്ലേറ്റ് അടിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അല്പം മല്ലിയില കൂടി ചേർത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കിത് കാണാൻ പറ്റും, കിഴങ്ങെല്ലാം നല്ലപോലെ ഒന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഒരു ബൗളെടുക്കുക. അതിലേക്ക് ആ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആ കോഴിമുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു രുചിയായിരിക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മസാല കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പതിയെ ആ കോഴിമുട്ട എല്ലാവിടെ എത്തുന്ന മാതിരി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കണം. അതിലേക്ക് 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടണം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഇടണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരല്പം താത്തി കൊടുത്താൽ മതി. ഇനി ആ കൂട്ട് നമ്മളത് ഇതുപോലെ സ്പൂൺ കൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്ന് പരത്തി ഇതുപോലെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു 1-1.5-2 മിനിറ്റോളം ഒന്ന് അതേപോലെ മൂടി വയ്ക്കാം. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് സെറ്റായിട്ട് അടിഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ സമയത്ത് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓംപ്ലേറ്റ് അടിക്കാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഇതൊക്കെ അറിയാൻ പറ്റും. എന്നാലും ഇതേപോലെ ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 2 കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് 4 പീസാക്കിയ 4 ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റും. കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. പിന്നെ കൂടെ എന്തെങ്കിലും ഒരു ചാറുണ്ടെങ്കിൽ മതി, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇപ്പം നമ്മളിതേപോലെ ഒന്ന് അപ്പുറമൊക്കെ ഒന്ന് ശരിക്കൊന്ന് അമർത്തി കൊടുത്ത് ഒന്ന് നമ്മളൊരു 2-3 മിനിറ്റ് അത് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾക്കത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി മസാല ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് 4 ആക്കി കട്ട് ചെയ്യുന്നുണ്ട്. അല്ലേ, നല്ലൊരു പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു രുചിയായിരിക്കും. എല്ലാവരും കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് രസവും ഈ ഒരു ഓംപ്ലേറ്റുമാണ്. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം.
താങ്ക് യു.